പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റ്സ് തന്നെ പല രീതിയിലാണ് നമ്മളുടെ സെൽസിനെ ബാധിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് കഴിച്ചാൽ മാത്രമാണ് സെൽസ് ഹെൽത്തി ആവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി അല്ലാത്ത ഒരു ഫാറ്റാണ്. അപ്പം ശരിക്കും അത് കഴിക്കുന്നത് മറ്റേ ഈ പറഞ്ഞ പോലെ ഒരു കൺവീനിയൻസ് ഭക്ഷണമൊന്നുമല്ലാതെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ബേസിക്കലി ഈ നമ്മുടെ ബേക്കിങ്ങിനൊക്കെ ഈ അതാണ് ഇത്രയും ഈ ഫാറ്റിന്റെ ഉപയോഗം അങ്ങനെയാണ്. നമ്മൾ ട്രാൻസ് ഫാറ്റോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റോ കണ്ടില്ലല്ലോ. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഗീയുടെ ഒരു ഇതിലേക്ക് വന്നു. കണ്ടാൽ ഗീ പോലെ ഇരിക്കുന്നു. നമ്മൾ ബിരിയാണിക്കൊക്കെ നമ്മുടെ ഡാൽഡ പോലെയുള്ള സാധനങ്ങളാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഈ ബേക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇപ്പോൾ സാധാരണ ഓയിലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും ചൂട് താങ്ങാൻ പറ്റില്ല. ഇതിന് എത്ര ചൂട് വേണേലും താങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ബേക്കിങ്ങിലേക്ക് ഇത് കയറി വരുന്നത്. അപ്പോൾ ഇപ്പോഴാണേലും ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാം ഇതാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറോ ഗീയോ ഇട്ട് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മൾ ഇത്രയും ചീപ്പായിട്ട് ഇടുന്ന അങ്ങനെ ഗീയൊക്കെ ഇട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കി ഇത്ര എക്കണോമിക്കായിട്ട് വിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഫുഡിനകത്ത് കയറി വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്, ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് കയറി വരുന്നു. അതാണ് നമ്മൾ പിള്ളേർക്ക് മുതൽ നമ്മൾ കാഡ്ബറി മുതൽ ഈവൻ ഉള്ള ചോക്ലേറ്റ്, നമ്മൾ ഈ സ്വീറ്റ്സ്, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പേസ്ട്രി, ഇതിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ്. നമ്മൾ ഒന്ന് വായിച്ച് നോക്കണം. എല്ലാവരും ഓരോ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ചിലപ്പോൾ വെജിറ്റബിൾ ഓയിലിനെ ഇട്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റിനും ഇപ്പം നമ്മൾ വെജിറ്റബിൾ ഓയിലിനെ ഇടുകയുള്ളൂ. അപ്പം അതാണ് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. സോറി, ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനെയും നമ്മൾ വെജിറ്റബിൾ ഓയിൽ നിന്നായിരിക്കും ഈ ലിസ്റ്റിനകത്ത് എഴുതി വരിക. വെജിറ്റബിൾ ഓയിലിൽ ജനറലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഏത് ഓയിലാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഓയിലാണെന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാനുള്ള ഒരു റൂൾ വരേണ്ടതാണ്. അത് വന്നിട്ടില്ല. കാരണം നമുക്ക് ഫുഡ് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് ഏത് ഓയിലാണെന്നനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആവുകയാണ്. അത് നമ്മളുടെ ബോഡിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്യുന്നതും കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്യുന്നതും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റാണ്. കാരണം സൺഫ്ലവർ ഓയിൽ ഹൈ ഇൻ omega-6 ആണ്. വെരി ഹൈ omega-6 കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻഫ്ലമേഷൻ കൂടും. അപ്പം നമ്മൾ പ്രഷർ കൂടാനും അങ്ങനത്തെ ഒക്കെ ഇൻഫ്ലമേറ്ററി ആണല്ലോ. സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, പ്രഷർ, ഇതൊക്കെ കൂടാനുള്ള സാധ്യത വരികയാണ്. അപ്പം അതേ സമയത്ത് വേറൊരു മിക്കവാറും എല്ലാ ഓയിലിലും omega-6 വെരി ഹൈ ആണ്. അപ്പം അതൊരു പ്രോബ്ലമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഓയിലിൻ്റെ അളവ് കുറച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമുക്ക് omega-3-6 ബാലൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ കോക്കനട്ട് ഓയിലിൽ പിന്നെ ഈ omega-3 6 ഇല്ലാതെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പം അത് കോക്കനട്ട് ഓയിൽ ഡെഫിനറ്റ്ലി മച്ച് ബെറ്റർ ദാൻ നമ്മുടെ ഈ ഡാൽഡ പോലെയുള്ള ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനേക്കാളും മച്ച് ബെറ്റർ ആണ്. അത് ഹെൽത്തി ആണ് ഫോർ ദി എനർജി പർപ്പസ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.